ഈ അപ്പന്മാരൊക്കെ പറ്റിച്ചുള്ള കുഴപ്പം എന്താണെന്നറിയാം? കുഴപ്പം വർഷങ്ങളിൽ ദൈവം വാക്ക് പാലിക്കുന്ന പോലെ തന്നെയാണ്. ദൈവം 1000 തലമുറ വരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞില്ലേ? അത് തന്നെയാണ്. നമ്മൾ വല്ല തരികിടയും കാണിച്ചാൽ 1000 കൊല്ലം വരെ അത് ഓർത്തിരിക്കുകയും ചെയ്യും. വെറുതെ എന്തിനാ പണി മേടിക്കണേ? ഈ യാക്കോബ് യേശാവിൻ്റെ അനുഗ്രഹമല്ല അടിച്ചു മാറ്റിയത്, അത് കാപട്യമല്ല കാണിച്ചത്. എത്ര കൊല്ലം കഴിഞ്ഞാണ് പിന്നെ ഈശോ വന്നത്? ഈശോ വരുമ്പോൾ നദാനിയനെ കാണുമ്പോൾ എന്താ പറയണത്? ലുക്ക യോഹന്നാൻ 1:47 ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 1:47 നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് പറഞ്ഞേ, നാഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു. യേശു അവനെ കുറിച്ച് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അടി വരുന്ന വഴി കണ്ട, പണി വരുന്ന വഴി കണ്ട. എത്രയോ വർഷം കഴിഞ്ഞിട്ട് നാഥാനിയനെ കാണുമ്പോൾ ഈശോ പറയുകയാണ്, ഇതാ ഒരു ട്രൂ ഇസ്രായേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവുമില്ല. എന്ന് വെച്ചാൽ എന്താണ്? പഴയ യാക്കോബ്, പഴയ ഇസ്രായേല് കാപട്യം പിടിച്ചവനായിരുന്നെന്നാണ്. ദൈവം മറക്കാത്ത കണ്ട, ക്ലിയർ അല്ലേ? ദൈവം മറക്കണില്ല എന്നുള്ളത് ആണ് വിഷയം. ഇത് വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങളിപ്പോൾ പഴയ കാലങ്ങളിൽ ഞാൻ കുമ്പസാരിക്കാതെ കൊണ്ട് പറയുമ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ അടിച്ചു കയറ്റി കൊടുക്കണ കമ്പ്യൂട്ടർ വല്ല കഥയുണ്ടാ? പണ്ടത്തെ കാര്യമൊക്കെ ഒന്ന് ഓർക്കണേ. ദൈവത്തിൻ്റെ ഓർമ്മയെന്ന് പോലും എടുത്തു കളയാൻ പറ്റുന്ന രീതിയിൽ ആത്മാവിൽ അനുതാപത്തിന് കണ്ണുനീര് തരാൻ പ്രാർത്ഥിക്കുക. പഴയകാല പാപങ്ങളാണെങ്കിലും വ്യർത്ഥുപേക്ഷിക്കാതിരിക്കുകയോ ഏറ്റുപറയാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അടുത്ത കുമ്പസാരത്തിൽ എൻ്റെ സഹോദരങ്ങൾ അത് ഏറ്റുപറയണം. അപ്പം നിങ്ങൾ ചോദിക്കൂ, ഞങ്ങൾ വി ആർ നോട്ട് കാത്തലിക്സ്, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, മനസ്സാക്ഷി എടുത്തേ നിയമം നൽകപ്പെടാതിരിക്കെ മനസ്സാക്ഷി തന്നെയാണ് അവർക്ക് ദൈവത്തിന്റെ സ്വരമെന്ന്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന കൃപേണമേ അനുതാപം ഞങ്ങൾക്ക് നൽകേണമേ. കൃപയേകണമേ അനുതാപം ഞങ്ങൾക്ക് നൽകേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സാക്ഷി ദൈവത്തിൻ്റെ വചനം നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കർത്താവിൻ്റെ വെളിപ്പാട്, വചനത്തിൻ്റെ വെളിപ്പാട്. അതനുസരിച്ച് കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് അനുതാപം ഉണ്ടാകണം. ഉടമ്പടി എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം, ഇപ്പോൾ ഉടമ്പടിയിൽ ഇപ്പം തന്നെ ഇന്നലെ ഒരു ഡോക്ടർ ഒരു സാക്ഷ്യം ഇട്ടിട്ടില്ലേ? ഗവൺമെൻറ് സർവീസിലുള്ളൊരു ഡോക്ടർ സാക്ഷ്യം ഇട്ടിട്ടുണ്ട്. സാക്ഷ്യവിശേഷം ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. പക്ഷേ അവർ എന്താ പറയണത്? അവരതിൽ അവരുടെ വിശ്വാസം വിശുദ്ധി ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട്, അതാണ് ഉടമ്പടിയിൽ ഇപ്പം നിങ്ങൾ പണ്ട് ഒരു അബോർഷൻ സംഭവിച്ച ആളാണെന്ന് വിചാരിച്ചോ? അത് പണ്ടത്തെ കാര്യമല്ലേ, അപ്പം അത്ര ഓർത്തില്ല എന്ന് നിങ്ങൾ എഴുതി തള്ളണ്ട. ദൈവം എഴുതി തള്ളിയാൽ മതി, സ്വന്തമായിട്ട് എഴുതി തള്ളാൻ നിൽക്കണ്ട. ഇല്ലേ? സ്വന്തമായിട്ട് നമുക്ക് എഴുതാൻ തള്ളാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അനുദപിക്കാൻ പറ്റും. ബേബി കുര്യൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേബി കുര്യൻ എന്താ ചെയ്തിരിക്കണത്?
കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് അനുദപിക്കുകയും ശിഷ്ടജീവിതം അയാൾ കർത്താവിൻ്റെ വചനത്തിന് അനുപേക്ഷണമായിട്ട് പുനഃക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് സത്യസന്ധമായിട്ട് ഉടമ്പടി മുന്നേറ്റം നടത്തുകയാണ്. എന്ത് ചെയ്യും? ഇങ്ങനെ നമ്മൾ സത്യസന്ധമായിട്ട് നഷ്ടം വന്നാലും ശരി, സത്യസന്ധമായിട്ട് ദൈവത്തിൻ്റെ വാക്ക് പാലിച്ച് ആ ഉടമ്പടി പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ നമുക്ക് സഹായം വരുമെന്ന് ഒരു പിടിയില്ല. എന്താ കാര്യം? പെട്ടെന്ന് ഈ മനുഷ്യൻ ഇതുപോലെ ഒരു ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിതുപോലെ സാക്ഷ്യവിചാരണ എല്ലാ സമയത്തും നടത്തുമല്ലോ. എനിക്ക് അഭിഷേകമുള്ള സാക്ഷ്യങ്ങളെ നമുക്ക് അറിവുള്ള സാക്ഷ്യങ്ങളുണ്ടാകും, അഭിഷേകമുള്ള സാക്ഷ്യങ്ങളുണ്ടാകും. അപ്പം അഭിഷേകമുള്ള സാക്ഷ്യങ്ങൾ എന്നെ തോണ്ടും. ഈ കുഞ്ഞുങ്ങൾ അമ്മയെ തോണ്ടുന്ന പോലെ തോണ്ടും ഇങ്ങനെ വന്ന്. അപ്പം അഭിഷേകമുള്ള സാക്ഷ്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അഭിഷേകമുള്ള സാക്ഷ്യങ്ങൾ ഞാൻ വീണ്ടും എടുത്ത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഞാൻ റീസെറ്റ് ചെയ്ത് തരും. അപ്പോൾ യോഗ്യൻ്റെ സാക്ഷ്യം, ഇയാൾ സ്വന്തമായിട്ട് ഉടമ്പടി എടുത്ത് കർത്താവിൻ്റെ വചനത്തിന് അനപേക്ഷമായിട്ട് ജീവിതം പുനഃക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ഓൺലൈനിലായി. ഇപ്പം യാക്കോബിൻ്റെ പ്രശ്നം എന്താണ്? ദൈവം ഓൺലൈനിലായിട്ടും പുള്ളിക്ക് അറിയാൻ പറ്റില്ല. അതല്ലേ അയാൾ പറയണത് 28, 16, 17 അത് പറഞ്ഞ് വായിച്ചേ. ശ്രുതികട്ടെ ഉൽപ്പത്തി 28:16. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അതറിഞ്ഞില്ല. അതാണ് പ്രശ്നം. രണ്ടും രണ്ട് കേസായി മാറുകയാണ്. കർത്താവ് ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു മീ, ഇറ്റ് ഈസ് നോട്ട് എക്സ്പീരിയൻസ്ഡ് മീ. കർത്താവ് ഉണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്, പക്ഷെ ഞാനത് അറിയുന്നില്ല. അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് അറിയാത്തത്? കയ്യിരിപ്പ് കൊണ്ടാണേ. അയാൾ ആ അന്ധനായ അപ്പനെയും പറ്റിച്ചു, ചേട്ടൻ്റെ സ്വത്ത് അടിച്ചു മാറ്റി. അല്ല, ഇയാൾ അവിടെ നിന്ന് ഓടാൻ കാര്യം എന്താ? എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പനോട് ഏശാവ് കെഞ്ചനുണ്ട്. അപ്പാ ഒരു വരം പോലും ഇല്ല അപ്പാ അത് ചോദിക്കുന്നുണ്ട്. അപ്പം ഒന്നുമില്ല, എല്ലാം കൊണ്ടുപോയെന്ന്. അപ്പം ഇവനങ്ങനെ ചിരിക്കും, അങ്ങനെ അട്ടഹസിച്ച്. അത് സാറാ കേൾക്കും, അല്ല റബേക്ക കേൾക്കും. അപ്പാന്ന് ചോദിച്ചിട്ട് അവൻ കണ്ണീരടിച്ച് ചോദിക്കണം, അപ്പാ ഒരു വരം പോലും ഇല്ല എന്ന് ചോദിക്കും. അപ്പം ഇസാക്ക് പറയും, ഒരു വരം പോലും ഇല്ല മോനെ, എല്ലാം അവൻ കൊണ്ടുപോയെന്ന് പറയും. അപ്പം കരച്ചിൽ മാറ്റിയിട്ട് ഇവൻ അട്ടഹസിക്കും, എന്നിട്ട് ഇവൻ ചിരിക്കും. ആര് ചിരിക്കും? യേശാവ് ചിരിക്കും. യേശാവിൻ്റെ ചിരി റബേക്ക കേൾക്കും. എന്താ അവൻ ചിരിക്കാൻ കാര്യം? അവനെ കൊല്ലാമെന്ന് ഓർത്തപ്പോൾ അവന് സന്തോഷമായിരുന്നു. മനസ്സിലായില്ലേ? അവനെ ഒരു വരം പോലും ഇല്ലാതെ എന്നെ പറ്റിച്ചവന ഇന്ന് വൈകുന്നേരത്തോട് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് അവൻ ചിരിക്കുന്നത്. കാര്യങ്ങൾ ബൈബിളിൻ്റെ പോക്ക് കണ്ട. ഇത് കേട്ടപ്പോൾ തന്നെ റബേക്ക കൈയോടെ യാക്കോബിനോട് പറഞ്ഞു, മകനെ ജീവനും കൊണ്ട് പോയിക്കോ, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പറയാം, കൊന്നുകളയെന്ന് പറയും. ഇന്ന് രാത്രി നിന്നെ തട്ടുമെന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഓടിപ്പോണ പാർട്ടിയാണ്. അപ്പനെയും പറ്റിച്ച് ചേട്ടനെയും പറ്റിച്ച് വീട്ടിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ ഓടിപ്പോകുന്നുണ്ടെങ്കിലും ദൈവം ഇവൻ്റെ കൂടെ പോകുന്നുണ്ട്. ദൈവത്തിനെ നീ ഓർക്കുക, നീ അശുദ്ധനായിരുന്നാലും അശുദ്ധിയായിരുന്നാലും നിൻ്റെ ദൈവം നിന്നെ കൈവിടാത്ത, നിൻ്റെ കൂടെ വരണ, ഏത് സാഹചര്യത്തിലും നിന്നെ രക്ഷിക്കാനൊരു പഴുത് കണ്ടാൽ നിന്നെ കോരിയെടുക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ കൈയിടിച്ചുകൊണ്ട് ശ്രുതികട ലലിയ. എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ട് പാടും, മെല്ലെ ചാഞ്ച് പാടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം ആദ്യ
ദൈവം ആ സ്നേഹം ആ ദിവ്യ സ്നേഹമാണു ദൈവം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ദൈവത്തോട് സ്നേഹം ഇതുപോലെ കൂടിയാൽ തന്നെ യു വിൽ ബി ബ്ലെസ്ഡ്. നമുക്ക് ബ്ലെസ്സിങ്സിൻ്റെ ഫോർമുല എന്താ, അല്ലെങ്കിൽ നമ്മൾ അനുഗ്രഹത്തിൻ്റെ ഫോർമുല എന്താ? എന്ത് ലഭിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടണത്? എന്ത് കൂടുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടണത്, അല്ലെ കൃപ കിട്ടണത്? ഇറ്റ് ഈസ് ലവ് ഓഫ് ഗോഡ്, മച്ച് മോർ ദാൻ ദാറ്റ്. പിന്നെ എന്താ ഉള്ളത്? ഫെയ്ത്ത് ഓഫ് ഗോഡ്. 1 തിമോത്തി 1:14. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. 1 തിമോത്തി 1:14. കർത്താവിന്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. ഇതാണ് 1 തിമോത്തി 1:14. ഒന്നിനെ പറഞ്ഞേ, കർത്താവിന്റെ കൃപ അവിടുത്തോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. അപ്പൊ ദൈവാഗ്ന അനുഗ്രഹം വരുന്ന വഴി എന്താണ്? ദൈവസ്നേഹം തന്നെയാണ്, അല്ലേ? ദൈവസ്നേഹം തന്നെയാണ്. അതുകൊണ്ട് അത് ആ ഫോർമാറ്റ് മാറത്തില്ലേ? അപ്പോൾ 13:35 അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. 14:23. യോഹന്നാൻ 14:23. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. This is presence of God. ഇതാണ് സാന്നിധ്യം. ഉടമ്പടിയുടെ പക്ക ഫോർമാറ്റ് എന്താണ്? അതായത് 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കും. അപ്പോൾ ഞങ്ങൾ അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ വചനം നിറവേറ്റുകയാണ് നാം ഉടമ്പടി ചെയ്യണത്. അപ്പൊ ദൈവത്തിന്റെ വചനം നിറവേറ്റണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ദൈവത്തോടുള്ള സ്നേഹം വേണം. ആ ദൈവത്തോടുള്ള സ്നേഹത്താൽ ദൈവത്തിൻ്റെ വചനം നിറവേറ്റി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? നെക്സ്റ്റ് എന്താണ്? ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കും. പക്ഷേ ഈ വാസം ഉറപ്പിക്കുമ്പോൾ എന്താ കുഴപ്പം? ഉൽപ്പത്തിയിൽ എന്താ പറയണത്? 28:16 കർത്താവിൻ്റെ സ്ഥലമാണിത്, കർത്താവ് ഇവിടെ ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു മീ. എനിക്കത് മനസ്സിലായില്ല. പാപത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? പാപാവസ്ഥയിലാണെങ്കിൽ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ കുമ്പസാരിക്കണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം, പാപം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. മനസ്സിലായില്ലേ? കർത്താവ് ഉണ്ടായാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? നമുക്കത് അനുഭവവേദ്യമാകണം. കാര്യം ഉടമ്പടിയാണ് പ്രസൻസിൻ്റെ. പ്രസൻസിൻ്റെ ഇപ്പം ഒരു സാക്ഷ്യം ഉണ്ടായാലേ, അലീഷയുടെ സാക്ഷ്യം. അലീഷയുടെ പ്രശ്നം എന്താ? അലീഷയ്ക്ക് തലകുത്തി മറിഞ്ഞിട്ട് പോലും അവൾക്ക് വിസ പ്രോസസ്സിങ് നടക്കണില്ല. അപ്പം അപ്പനും അമ്മയും എല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരാൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആദ്യം അവരാണ്, അപ്പനും അമ്മയാണ് എടുത്തെന്ന് തോന്നുന്നത്. അതിനുശേഷം അലീഷ ഒരു പ്രൈവറ്റ് വിഷയം അവളുടേതായിട്ട് മാത്രം വന്നപ്പോൾ അവളും കൂടി ഉടമ്പെടുത്തിട്ട് ഇവർ ഉടമ്പടി
ടൈറ്റായിട്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സുവിശേഷം അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണമില്ലാത്ത ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രമില്ലാത്ത വസ്ത്രം കൊടുക്കുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അലീഷ ഈശോയോട് അമ്മയോട് പറയും, അമ്മേ അമ്മ ഉടമ്പടി അമ്മ തന്നെ പോകണം, സഞ്ചാരി മാതാവാണ്, അമ്മ തന്നെ പോയി എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യണം. അമ്മ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ എനിക്കിവിടെ കാനഡയിൽ അമ്മ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ എനിക്കിവിടെ ഇരുന്ന് അറിയണം. അതാണ് പ്രശ്നം. അപ്പോൾ ഉടനെ ഇവിടെ ഇപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ പെട്ടെന്ന് വിളിച്ച് പറയും, അമ്മയോട് പറയും, എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത്, എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത്. അപ്പോൾ പറഞ്ഞ്, നിനക്കെങ്ങനെ അറിയാം? മുല്ലപ്പൂവിൻ്റെ മണം വന്നെന്ന്. അതാണ് വിഷയം. പറഞ്ഞ മനസ്സിലായില്ലേ? എനിക്ക് അമ്മ എനിക്ക് സൈൻ തന്നിട്ടുണ്ട്, ഇപ്പം എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അമ്മ എൻ്റെ വിസ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിത്തിൻ നോ ടൈം ആ സ്റ്റാമ്പ് ചെയ്ത വിസ അവർക്ക് കിട്ടും. ശ്രുതികട്ടെ ഹല്ലേലൂയ. കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ സാമീപ്യത്തിനും ഇത് ആത്മബന്ധത്തിൻ്റെ ഒരു വലിയ അനിർവചനീയമായ ഒരു അനുഭവ ലോകമാണ്. ബുദ്ധി കൊണ്ട് മാത്രം പദാർത്ഥങ്ങളെ കാര്യങ്ങളെ സമീപിക്കുന്നവർക്ക് ഇതിൻ്റെ ABCD അറിയാൻ പറ്റത്തില്ല. ഈ വിശ്വാസത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് വല്ലാത്ത സാധ്യതയാണ്. അതല്ലേ 1 തിമോത്തി 1:14 എന്താ വായിച്ചത്? കർത്താവിനോടുള്ള സ്നേഹത്തോടും പറഞ്ഞേ, കർത്താവിനോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം ദൈവകൃപ എന്നിലേക്ക് ചൊരിയുന്നു. അപ്പൊ ദൈവത്തോട് എന്തൊരു ബന്ധമുണ്ടായിട്ടാണ് ഇങ്ങനെ ബാർഗിച്ച്, അമ്മ തന്നെ പോകണം, എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യണം, അതെനിക്കിപ്പോൾ അറിയണം, എനിക്കിവിടെ വെച്ച് അറിയണമെന്ന് പറയും. അപ്പം അറിയണമെന്ന് പറയാൻ വേണ്ടി മാത്രം ഇവർ തമ്മിൽ ആത്മബന്ധമുണ്ട്. ദൈവത്തോടൊരു ബന്ധമെന്ന് പറയണത്, നമ്മൾ എന്തിനാണ് രോഗികളെ പോയി കാണുന്നത്? നമ്മൾ എന്തിനാണ് പാവപ്പെട്ടവർക്ക് നമ്മുടെ നല്ല വസ്ത്രങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കണത്? എന്തുകൊണ്ടാണ് സഹായിക്കാൻ പറ്റുന്ന മേഖലയെല്ലാം സഹായിക്കണത്? ഓൺലി വൺ ബേസിസ്. എന്താണ്? ഈ 14:23 യോഹന്നാൻ്റെ സുവിശേഷം. റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞ, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്ത് ഉടമ്പടിയുടെ സത്യസന്ധത പുലർത്തി ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിച്ചു ഒക്കെ വരുമ്പോൾ ദൈവത്തിൻ്റെ രീതി എന്താ? ദൈവം വിശ്വസ്തനല്ലേ? നമ്മൾ 7:9 വായിച്ചില്ലേ നിയമാവർത്തനം? എത്ര കാലം കഴിഞ്ഞാലും ദൈവം വചനം പാലിക്കുന്നവരോട് ദൈവം വിശ്വസ്തനായിരിക്കും. അപ്പോൾ ഈ ബേബി ഗുരുവിൻ്റെ വിഷയത്തിൽ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പോൾ ബേബി ഗുരുവിൻ്റെ പ്രോബ്ലം എന്താണ്? 1 കോടി 10 ലക്ഷം രൂപ കടമാണ്. കടക്കാരെ കുരളിക്ക് പിടിച്ചിരിക്കുക. കുരളിയെന്ന് തന്നെയല്ലേ നിങ്ങളൊക്കെ പറയണത്? ആലപ്പുഴ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കണത്. നിങ്ങൾക്ക് വേറെ വല്ല അവനോട് വിചാരിക്കുക. അതായത് കഴുത്തിന് പിടിച്ചിരിക്കുക, അനങ്ങാൻ പാടില്ല, ശ്വാസം എടുക്കാൻ പറ്റണില്ല, കടവാണേ,
കളിയല്ലേ. കച്ചവടമാണെങ്കിൽ ഉപ്പ് കുത്തിയിരിക്കുകയാണ്, 0 വരുമാനമാണ്. ഒരു മനുഷ്യൻ്റെ അവസ്ഥ നോക്കിയേ. പക്ഷേ വേക്കുര്യൻ കൃത്യമാണ്. രണ്ടാമത് താൻ തന്നെ ഉടമ്പടി എടുത്തിരിക്കുകയാണ്. വൈഫിൻ്റെ ഉടമ്പടിയിൽ തനിക്ക് പങ്കെടുക്കാം, വേണ്ട വിധം പങ്കെടുക്കാൻ പറ്റാത്ത കാരണം പുള്ളിക്കാരൻ ഉടമ്പടി എടുത്തപ്പോഴെന്നാ പറ്റി? സാന്നിധ്യം വരാൻ പറ്റി. സാന്നിധ്യം മുല്ലപ്പൂ മാത്രമല്ലേ, എനിത്തിങ് ക്യാൻ ബി എ മീഡിയം ഓഫ് ദി പ്രസൻസ് ഫോർ ദോസ് ഹു ടേക്ക് കവനന്റ് പ്രെയർ. നിങ്ങൾക്ക് ദൈവം ഏതെങ്കിലും വിധത്തിലൊക്കെ, ഇപ്പം നമുക്കറിയാമല്ലോ മർക്കോസിൻ്റെ സുവിശേഷം 16:12 വായിച്ചുള്ളൂ. ശ്രുതിയുടെ 16:12 മർക്കോസ് സുവിശേഷം. ശ്രുതിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 16:12. ഇതിനുശേഷം അവരിൽ രണ്ടുപേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഈ സിൽവർ ഗ്രേയില് നിന്ന് അത് വിമല ഹൃദയമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സഭയ്ക്ക് അത് വെക്കാനേ നമുക്ക് ഔദ്യോഗികമായിട്ട് അനുവാദമുള്ളൂ. പക്ഷെ അമ്മ ഇങ്ങനെയല്ല പ്രത്യക്ഷപ്പെട്ടെന്നറിയാം. അമ്മ എന്താണ് സമയഘടികാരം എന്ന് വെച്ചാൽ 10:08 സൂചി കാണിച്ചാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതാണ് അവിടെ ഒരു മോഡൽ വെച്ചിരിക്കുന്നത്. അവിടെ പോയി ഒന്നും പ്രാർത്ഥിക്കരുത് കേട്ടോ. അത് പ്രാർത്ഥിക്കുന്നത് സഭയുടെ അനുവാദം വേണം. സഭ അനുവദിച്ച് കഴിയുമ്പോൾ അൾത്താരയിലേക്ക് അത് മാറ്റും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അനുവദനീയമായ വണക്കമായിട്ട് വെച്ചിരിക്കുന്ന തിരുസ്വരൂപം വിമല ഹൃദയമാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ മാറ്റങ്ങളൊന്നുമില്ല. സഭയുടെ ഔദ്യോഗിക അംഗീകാരം മെത്രാനാഴ്ച വന്ന് വ്യഞ്ചരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇപ്പം എന്താ നമ്മൾ വായിച്ചു കേട്ടത് എന്താ 6:12 മർക്കോസിൻ്റെ സുവിശേഷം അല്ലേ? എന്താണ് ഈ 16:12 മർക്കോസിൻ്റെ സുവിശേഷം എന്താ പറയണത്? ഇതിന് ശേഷം അവർ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റി? ഈ ഗ്രാമത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ അറിയാമല്ലോ. അവർ ലൂക്കാൻ്റെ സുവിശേഷം പറയുന്നുണ്ട് കൃത്യമായിട്ട്. ഇവർ മ്ലാനവദനരായിട്ടാണ് പോണത്. കാര്യം ദുഃഖവെള്ളിയാഴ്ചയും കഴിഞ്ഞ് വലിയ ശനിയാഴ്ച വൈകുന്നേരം അവരുടെ കക്ഷിയുടെ പോണത്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ അറിയാമല്ലോ. ക്ലയോഫസും പാർട്ടിയാണ് ഈ പോണത്. പക്ഷേ ബൈബിൾ എന്താ പറയണത്? പ്രത്യക്ഷപ്പെടേണ്ട വേറൊരു മോഡ് ഓഫ് അപ്പാരിഷനാണ് പറയണത്. 16:12 ഇതിന് ശേഷം അവർ രണ്ടുപേര് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ അവൻ വേറൊരു രൂപത്തിൽ. ദാറ്റ് ഇസ് മൈ പോയിന്റ്. ദൈവത്തിൻ്റെ പ്രസൻസ് നിനക്ക് ഏത് രൂപത്തിലും അനുഭവിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? മുല്ലപ്പൂ പ്രസൻസിൻ്റെ ഒരു അടയാളമാണ്. പലർക്കും അത് ഇപ്പം ഒരു 1000കണക്കിന് മനുഷ്യർക്ക് ഇപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ബേബി കുര്യൻ അനുഭവം അതല്ല. ബേബി കുര്യന് ദൈവാനുഭവം ഉണ്ടാകണത് പുള്ളിക്കാരൻ ഈ ആരാധന കേട്ടോണ്ടിരിക്കും. ഏത് ആരാധന? ഉടമ്പടി എടുത്തല്ലേ പുള്ളി. അപ്പോൾ ഉടമ്പടി ആരാധന ഇങ്ങനെ വെളിപാടിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. ഞാനീ പഠിച്ച കാര്യങ്ങളല്ലല്ലോ നിങ്ങളോട് പറയണത്. ഇവിടെ വെച്ച് ഈശോ ഇത് ലൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. പലപ്പോഴും ഞാൻ എൻ്റെ ധ്യാന ചിന്തകൾക്കൊപ്പമല്ല ഞാൻ സഞ്ചരിക്കുന്നത്. കർത്താവിൻ്റെ ഇടയ്ക്ക് കുറേ സമയത്ത് വഴി ഇങ്ങനെ തിരിച്ച് വിടുന്നുണ്ട്. ട്രാഫിക് നല്ല രസമാണ് ഈ ഉടമ്പടി ധ്യാനം. അപ്പോൾ ബേബിക്കുര്യൻ്റെ പ്രശ്നം എന്താണ്? ബേബിക്കുര്യന് ഒരു ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്ത ആൾക്കാരെല്ലാവരും ഉടമ്പടി ധ്യാനം മസ്റ്റായിട്ട് കൂടണം. കാര്യം ഉടമ്പടിയെക്കുറിച്ച് അറിയണതും ദൈവം സംസാരിക്കണതെല്ലാം ഈ ആരാധന സമയത്ത്. ഈ ആരാധന പുള്ളിക്കാരൻ കൂടിക്കൊടുക്കുന്ന സമയത്ത് എൻ്റെ സംസാരത്തിൽ നിന്ന് ഒരു സാക്ഷ്യം ഞാൻ വിചാരണ ചെയ്യണത് അദ്ദേഹം കേട്ട് അദ്ദേഹത്തിന് അതൊരു മറ്റൊരു രൂപത്തിൽ ദൈവത്തിൻ്റെ വെളിപാടായി മാറി. എന്താണ്? ഒരു മകളോട് അവൾ അച്ഛനെ കാണാൻ വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ റീ എക്സാം ചെയ്യേണ്ട, റീവാലുവേഷന് കൊടുക്കാൻ പറഞ്ഞു. അതാണ് വിഷയം. അവൾ റീ എക്സാം തോറ്റു വന്നിരിക്കുകയാണ്. ആളത് തോറ്റു വന്നപ്പോഴും അവൾക്ക് റീവാലുവേഷൻ കൊടുത്ത ഒരു സ്കോപ്പില്ല, അവർക്കറിയാം. അതുകൊണ്ട് രണ്ടാമത്തെ എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ അവളുടെ കാലത്ത് കൈവച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്കൊന്നൊരു നോട്ടാണ് റീവാലുവേറ്റിന് കൊടുക്കാൻ പറഞ്ഞു.
അച്ഛാ അത് പരീക്ഷ എഴുതണ്ട, റീവാലുവേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ റീവാലുവേഷൻ കൊടുത്തപ്പോൾ അവർ 20 മാർക്ക് കിട്ടി കൂടുതൽ. അപ്പോൾ അവൾ കവറായി, എക്സാം എഴുതാതെ കഴിഞ്ഞു. ആ സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബേബി കുര്യന് ഇത് ഈ IELTS എഴുതിയ കാര്യമാണ് ഞാൻ പറഞ്ഞെങ്കിലും പുള്ളിക്കാരന് ആ ഒരു മീഡിയത്തിലൂടെ കർത്താവ് വേറെ ഒരു മെസ്സേജ് കൊടുത്ത് വേറൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പറയത്തില്ലേ, അതുപോലെ എന്താ പറഞ്ഞിരിക്കുന്നത്, റീവാലുവേഷൻ കഴിഞ്ഞ പരീക്ഷയുടെ വീണ്ടും ഒരു പരീക്ഷ അതിലേക്ക് പോകുന്നതിന് പകരം പഴയ പരീക്ഷ തന്നെ റീവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ വേഗൂരിന് അതിൻ്റെ അത് കിട്ടുന്ന മെസ്സേജ് എന്താണ്, പണ്ട് സ്ഥലം കാണാൻ വന്ന കക്ഷിയില്ലേ വേണ്ടെന്ന് പറഞ്ഞു പോയവരാ, അവരൊന്ന് വിളിക്കാൻ നോക്കി. അതാണ് വേറൊരു രൂപം. ദൈവം ശ്രദ്ധയോടുകൂടി വേണം ദൈവത്തിനൂടെ സഞ്ചരിക്കാൻ. എങ്ങനെയും നിന്നെ ഹെൽപ്പ് ചെയ്യും, നീ അറിയണം. നീ ഇങ്ങനെ ചുമ്മാ ഒരു ഇൻഫർമേഷന് വേണ്ടി ഇതൊക്കെ കാണുമ്പോഴാണ് പ്രശ്നം വേണ്ടത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നിനക്ക് കൃത്യമായൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ബോധത്തിൽ ബേബിക്കരെന്ന് പറഞ്ഞാൽ റീവാലുവേഷന് കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ സ്ഥലം നോക്കാൻ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ടല്ലോ, 10 പേരാ മറ്റോ വന്ന് പോയതാണല്ലോ, ഒരാളെ വിളിച്ച് നോക്കുക. അയാൾ വേണ്ടെന്നാണ് പറഞ്ഞത്, എന്നാലും ഒന്ന് റീവാലുവേഷൻ ഇപ്പം അച്ഛൻ പറഞ്ഞല്ല. അപ്പം ഈശോ എനിക്ക് അയാൾക്ക് കൊടുത്ത വേറൊരു രൂപമാണ്, ദൈവസന്ദേശത്തിൻ്റെ വേറൊരു രൂപം. അയാൾ വേണ്ടെന്ന് പറഞ്ഞു പോയ കക്ഷിയെ വീണ്ടും ഇയാളെ കറക്കി മൊബൈലിൽ വിളിക്കും. അപ്പം ചോദിക്കും, അയാൾ ചോദിക്കും എന്താ വിളിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞ് സ്ഥലത്തിൻ്റെ കാര്യം പറയാണ്. ഓ വിറ്റില്ലേ, അത് വിറ്റില്ലേ ചേട്ടാ, ഞാൻ കടത്തിലാണെന്ന് പറഞ്ഞു. വല്ലൊരു സ്ഥലം എടുക്കാൻ പോണവർ നമ്മൾ കടത്തിലാണെന്ന് പറയുക, പിന്നെ അവർ ഇട്ടുപിടിക്കുകയല്ലേ ഉള്ളു. എന്താ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താ വെച്ചു, ചേട്ടാ ഒരു 10 ലക്ഷം രൂപ കിട്ടിയാൽ നിൽക്കാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ അയാളെടുത്ത് വായിക്കാൻ പറയും, കുഴപ്പമില്ല 2 ദിവസം കഴിയുമ്പോൾ എന്നെ വിളിക്കാൻ പറയും. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വൈഫും എടുത്തുകൊണ്ട് ഡബിൾ ഉടമ്പടി നിൽക്കുകയല്ലേ. വൈഫിനോട് പറയാം, വൈഫും ഇയാളും വേറെ മാർഗമില്ലല്ലോ, ഈ കാശുരം ഞെക്കിപ്പിടിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കർത്താവിൻ്റെ കയ്യേത് പിടിക്കണ പോലെ അല്ല കാശുരത്തെ പിടിക്കുന്ന ആൾക്കാർ. അതൊരു വിശ്വാസപ്രമാണമല്ല ആക്ടിവിറ്റി ചെയ്യണത്. നമ്മളെന്താ പറയണത്, ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നല്ലേ പറയണേ അല്ലേ. അതിൻ്റെ അകത്ത് ഓരോ വാക്കിനും ഭയങ്കര ഇടിവെട്ട് വിലയണേ. അത് പറഞ്ഞപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ വീട്ടിൽ വന്ന് ഇയാളുടെ വീട്ടിൽ വന്നിട്ട് ഇവരുടെ കടം മുഴുവനായിട്ട് ഇളച്ച് കാശ് കൊടുക്കും. അതായത് അയാൾ പറഞ്ഞ കൺസൾട്ടിങ് ഞമ്മ ഞെട്ടിപ്പോവും. ഒരു മെസ്സേജ് വന്ന വഴി കണ്ടില്ലേ നിങ്ങൾ, ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. IELTSൻ്റെ സാക്ഷ്യം കേട്ടതാണ് വിഷയമേ. അത് വേറൊരു രൂപത്തിൽ ആ മനുഷ്യൻ രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് പരിശുദ്ധാത്മാവ് റീമോൾഡ് ചെയ്ത് റൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദൈവത്തെ നിങ്ങളെ എങ്ങനെയും നയിക്കാൻ പറ്റും. ഇപ്പം ബേബി എന്താ ഇത് ആദ്യം ചെയ്യാൻ വരുന്നേ, ചെയ്യത്തില്ല. കാര്യം ഇയാൾ വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് പുള്ളി പഴയ കലാപരിപാടികൾ നടക്കുകയല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ദൈവ സാന്നിധ്യം ഉണ്ട്, പക്ഷെ അനുഭവിക്കാൻ പറ്റണില്ല. പക്ഷേ ഇയാൾ സത്യസന്ധമായിട്ട് ദൈവത്തോട് മുട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. റീവാലുവേഷൻ ഒരു മെസ്സേജാണ്. അതെടുത്തിട്ട് അദ്ദേഹത്തിന് കിട്ടിയ മെസ്സേജ് എന്താണ്, വേണ്ടെന്ന് പറഞ്ഞ് പോയ ആൾക്കാരെ തിരിച്ച് വിളിക്കുക. ആ വിളിച്ചാൾ കറക്റ്റായിരുന്നു. അയാൾ വന്നിട്ട് സ്ഥലം എടുത്ത് എഗ്രിമെൻ്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ അയാളുടെ കടങ്ങൾക്കെല്ലാം നിവൃത്തിയാകുന്ന രീതി കാശ് കൊടുത്തു. ഇനി പ്രമാണം ചെയ്താൽ മാത്രം മതി. അപ്പം പ്രമാണത്തിന് മുമ്പ് തന്നെ കടം തീർന്നിരിക്കേണ്ടി. ഇപ്പം ഇത്രയും സ്പീഡായിട്ടാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ എൻ്റെ മക്കളിത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആകാനും സിൻസിയറാകാനും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ ഉടമ്പടിയോട് കൂടുതൽ ഗൗരവത്തോടുകൂടിയും ആത്മാർത്ഥതയോടെയും ഉടമ്പടിയെ സമീപിക്കാൻ എന്നെ ആശീർവദിക്കണം. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ